ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ്, മലയാളത്തിൽ ഈത്തപ്പഴം എന്നൊക്കെ പറയും. അങ്ങനെ ഈത്തപ്പഴം പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു തോട്ടത്തിൽ വന്നിരിക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ തോട്ടമാണ്. ഈ തോട്ടത്തിൽ എന്നോടൊപ്പം തന്നെ കജൂർ പറിക്കുവാൻ ഹാർവെസ്റ്റിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ഡൊമിനിക്കാണ്, തിരുവനന്തപുരം. ഒന്ന് വന്നിട്ട് വിനോദ്, കൊല്ലം. ഞങ്ങൾ കജൂർ പറിക്കാൻ വേണ്ടി തോട്ടത്തിൽ വന്നു. പക്ഷേ ഈ തോട്ടത്തിൽ വന്നപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, കുറേയൊക്കെ വെട്ടിപ്പോയി. പിന്നെ ഉണ്ട്, നല്ല കുറേ കജൂറൊക്കെ ഇവിടെ ഉണ്ട്. അത് കുറച്ച് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പുറപ്പാട്. ഞങ്ങൾ കജൂർ പറിക്കുന്ന ടീമുകളാണ്. ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കജൂർ പറിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളെ പോലീസ് പിടിച്ചിട്ട് പോലീസ് ചോദ്യമൊക്കെ ചെയ്തു. അപ്പം ഞങ്ങളോട് ചോദിച്ചത് എന്തിനാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് വീട്ടിൽ കൊണ്ടുപോകാനാണ്, മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ആ ഓക്കെ, കുഴപ്പമില്ല, പറിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇതിൽ മരത്തില കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം, താഴെയൊന്നും വീഴരുത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന ഇടത്തു നിന്നും വളരെയധികം ദൂരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. സലാമത്ത് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഉള്ള ഒരു തോട്ടത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും കജൂർ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം അങ്ങ് കയറി പറിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കാര്യം വിദേശ രാജ്യത്ത് നിന്നും നമ്മൾ കടകളിലൊക്കെ കജൂർ കിട്ടാനുണ്ട് എങ്കിലും നമ്മൾ കയറി ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വേറൊന്നാണുള്ളൂ. ഇതിപ്പോൾ ഡൊമിനിക്കാണ് മരത്തെ കയറുന്നത്, ഞങ്ങളെ രണ്ടുപേരും കയറുന്ന കൂട്ടത്തിലല്ല. കഴിഞ്ഞ പ്രാവശ്യം ഡൊമിനിക്കും ശ്രീകണ്ഠനും ഉണ്ടായിരുന്നു. ശ്രീകണ്ഠൻ കയറുമായിരുന്നു. ശ്രീകണ്ഠനും കയറി, ഡൊമിനിക്കും കയറി പറിച്ച്. അന്ന് ഞങ്ങളൊരു 10-12 ആക്കെങ്കിലും കൊണ്ടുപോയി. അതിൽ തെരഞ്ഞെല്ലാം എടുത്ത് വരുമ്പോൾ അധികമൊന്നും കിട്ടിയതാണ്. ഇത് പഴുക്കാറായി കഴിഞ്ഞാൽ ഇവർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ നെറ്റ് കൊണ്ട് ഇത് മൂടിയിടും. കാര്യം എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റ് പക്ഷികളോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും വന്നിട്ട് ഇത് പൊട്ടി തിന്നുകയോ നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ നെറ്റ് ഞങ്ങൾ ഊരിയിട്ട് വേണം ഞങ്ങൾക്കിത് പറിച്ചെടുക്കാം. നെറ്റിട്ട് മൂടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു കെട്ടുണ്ട്. ഇതിപ്പം വേണ്ടി ഇത് അഴിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ്. ഇതിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ പറിച്ചെടുക്കുന്നത്. ഇങ്ങനെ പറിച്ചെടുക്കും. ഇതിപ്പം ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് ഒരല്പം പച്ചയാണ്, പഴുത്തവും അതിലുണ്ട്. അതിന്റെ അടിഭാഗം അഴിച്ചാലോ? തുറന്നു അതിന് കുലുക്കിയിട്ടോളാം. ഇതുപോലെ കുലുക്കി കൊടുത്താണ് ഞങ്ങൾ എടുക്കുന്ന. കാര്യം ഇതെന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ കൊല നമുക്ക് വെട്ടി എടുക്കാൻ പറ്റിയല്ല. കാര്യം അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ കൊല വെട്ടിയെടുക്കാൻ. നമുക്കിങ്ങനെ കുലുക്കി നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കാം.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും താഴെ ഒന്നും അല്ലായിരുന്നു അല്ലേ? മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് മണ്ടയ്ക്കൊന്നാ പറിച്ചോണ്ടിരുന്നത്. അന്നേരം പോലീസുകാർ പറഞ്ഞേ താഴെ വീഴരുത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. നല്ല നല്ല കജൂറ ഇത്, നല്ല വലിയ കജൂറ, ഒമാൻ കജൂർ പോലത്. എത്ര കവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷെ അന്ന് കൊണ്ടുവന്ന പോലെ ആ ബ്ലാക്ക് കവർ കൊണ്ടിരുന്നേ ഉണ്ടല്ലോ. പക്ഷെ അത് പൊക്കുകയല്ല, പിന്നെ അന്ന് പൊക്കാൻ പറ്റിയില്ല അല്ലേ? സമയവും അത് പിടിക്കാൻ മറ്റേ ഒരു ആനയെ നമ്മളവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ പ്രാവശ്യം നമ്മുടെ കൂടെ കജൂർ പറിക്കാൻ വന്നിരിക്കുന്ന വിനോദേട്ടനാണ്. കൊല്ലം ഓപ്പറേറ്ററാണ് ഈ കൊല്ലം. പുള്ളിയാണ് ഞങ്ങളുടെ സാരഥി. പറിക്കുന്നവർ പേരൊക്കെ ആദ്യമേ പറഞ്ഞു ഞാൻ. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറിച്ചതും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കജൂർ പറി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ? ഒരിച്ചിരി റിസ്കാ. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാൻ തക്കണോ ആവണമെങ്കിൽ കഴുകി എടുക്കുകയൊക്കെ വേണം. കൊണ്ടുപോയി കഴുകി ഉണക്കിയെടുക്കണം. ഈ പരുവത്തിലാണ് നമ്മളിപ്പോൾ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് മുഴുവൻ മണ്ണും പൊടിയുമാണ്. പണ്ട് മരങ്ങേറ്റം പഠിച്ചുകൊണ്ട് ഇത് നല്ല കജൂറാ, നല്ല ഏറ്റവും നല്ല കജൂറാ. ഒമാനിലെ കജൂറിന്റെ അത്. आपका नाम क्या? बांग्लादेश. ഇപ്പൊ ഈ തോട്ടത്തിന്റെ വാട്ടർ വന്നിട്ട് പറഞ്ഞ് നമ്മളെ ഇവിടെ പറിച്ചു. അതുകൊണ്ട് എത്താൻ പറയുന്നത്. പുള്ളി ബംഗ്ലാദേശിൽ നിന്നുള്ള ആളാണ്. വാട്ടറ ഇവിടുത്തെ ഈ തോട്ടത്തിന്റെ വാട്ടറ. ओके भाई, शुक्रिया. वो अच्छा अच्छा, कीड़ा के लिए? मैं सोचा ये चिड़िया को पीने के लिए है. अच्छा अच्छा, उधर दवा भी डाला है. इधर बाद में लाल वाला कीड़ा है. तो उसका अंदर आएगा. ഓ അച്ഛാ അച്ഛാ അച്ഛാ. ഇത് ഇതിന്റെ കീടങ്ങളെ പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് കിളികൾക്ക് കുടിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞല്ല, ഇത് കീടങ്ങളെ പിടിക്കാൻ വേണ്ടതാ. ഇതിനകത്ത് കീടം കിടപ്പുണ്ട്. ആ ദവ, അത് മരുന്നാണ്. ആ മരുന്നാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വെള്ളത്തിനകത്ത് മുങ്ങി മുങ്ങത്തില്ലേ? ആ ശരി. അപ്പൊ അതിനെ ആകർഷിക്കുകയാണ്. കീടങ്ങളെ ആകർഷിച്ചതിന് ശേഷം അതിനകത്ത് കീടം ആ വെള്ളത്തിനകത്ത് വന്ന് വീഴും. അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ പക്ഷികൾക്ക് കുടിക്കാനുള്ളതല്ല. ഹാർവെസ്റ്റിങ്ങിന്റെ വീഡിയോ കഴിഞ്ഞു. ഇനിയും നമുക്ക് വേണ്ടത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കഴുകൽ നമുക്ക് ആരംഭിക്കാം. അപ്പൊ അതിന് പ്ലൈ ഇട്ടിട്ടുണ്ട്. പ്ലൈയുടെ പുറത്തിട്ടല്ലേ? എങ്ങനെയൊക്കെ കഴിയുന്നതെന്ന് പറഞ്ഞു കൊടുത്തത്. ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാലോ? ആദ്യം ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇട്ടല്ലേ? ആ
ആ വെള്ളം കുറച്ച് നന്നായിട്ട് ആ പുറത്ത് പോകുന്ന ഇതിന് ആ ഇതുപോലത്തെ അതിൽ നല്ലത് തിരിയണം അല്ലേ ഇനി ആ നല്ലത് തിരിഞ്ഞിരിഞ്ഞ് മാറ്റണം. പേടല്ലടാ, അത് ഉണങ്ങി കരിഞ്ഞേ ഉള്ളൂ. പേട് കാണുമ്പോ അറിയാം. നല്ല ഒമാൻ കജൂർ തന്നെ കേട്ടോ. അതിലെല്ലാം ഒന്നും കേടൊന്നും ഇല്ല കേട്ടോ. അത് നല്ല കജൂറാ. അത് ഇതാ നല്ല ഫൈൻ കജൂറ. കണ്ടില്ലേ, ഏറ്റവും വലിയ കജൂറാണ്. നമ്മൾ ഈ പ്രാവശ്യം ഹാർവെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല കജൂറാണ്. മോശമൊന്നുമില്ല. അപ്പൊ ഈ കഴുകാൻ കൂടിയതിൽ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. മോനെ നിന്റെ പേരെന്താടാ? സാമി ശിവ. മറ്റേതോ? അളഗിരിയൻ. സാമി ശിവനും അളഗിരിയനുമാണ് കഴുകാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടിയേക്കുന്നത്. അതെന്താ പറയുക, ഉണങ്ങിയ തൊലിയാവും. കുഴപ്പമുള്ളതല്ല. അതൊന്ന് കഴുകി കഴിയുമ്പോൾ അത് വൃത്തിയാവും. ഉണ്ടോ? നല്ല മധുരമുള്ള നല്ല കജൂറ. ആഴ്ചയോടെ നോക്കിയാലോടാ. മറ്റേ നമ്മൾ പറഞ്ഞിട്ട് മറ്റേക്ക് വേണമെങ്കിൽ ഒരു 10 രൂപ കൊണ്ട് കൊടുത്തേക്കാം. വെട്ടിക്കൊണ്ട് പോവായിരിക്കും അല്ലേ? അല്ല, അതിൽ ആ തോട്ടത്തിൽ നിന്ന് കുറെ വെട്ടി പോയിരുന്നു കേട്ടോ. എന്നാലും അതിൽ കുറെ നല്ലത് നമുക്ക് കിട്ടി. പക്ഷേ കുറച്ചു നേരം കൂടെ അയാൾ സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മൾ അത് മൊത്തം കൊണ്ടുപോകുന്നതിന്. ടേസ്റ്റ് എന്ന് പറയാനില്ല. പിന്നെ അതെന്താ പറയാ, അവരാ ഇത് നെറ്റിട്ട് മൂടി വെച്ചിരിക്കുന്നോണ്ടേ അങ്ങനെ കേടാവൂല. അങ്ങനെ കിളികളൊന്നും വന്ന് കൊത്തത്തൊന്നുമില്ല. വൃത്തിയായിട്ടെടുത്തു. എന്തായാലും നമ്മളെ പ്രയത്നം മോശമല്ലല്ലേ? മോശമല്ലേ ഡൊമിനിക്ക്? ആ ഈ പ്രാവശ്യം മറ്റേ പുള്ളിയെ കിട്ടാൻ ഒരു വല്ലാത്ത ഇതായിപ്പോയി. നമുക്കൊരു കുറവായി പോയി അല്ലേ? പിന്നെ അത്രയും കവർ തന്നെ അവനും കുറച്ചന്നെ. അതങ്ങനെ വേസ്റ്റ് ഒന്നും അല്ല, അത് ഉണങ്ങിയിട്ട് അങ്ങനെ തിരേണ്ട കാര്യമില്ല. അത് ഈ ചൂട് കാരണേ തൊലി പൊളിഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചപ്പോഴും അതേ രീതിയിൽ ഒത്തിരിയുണ്ടായിരുന്നു. പക്ഷെ അതായിരുന്നു നല്ല മധുരമുള്ളൂ. നമ്മളറിയാതെ വാങ്ങിച്ചു വെച്ച തോട്ട് അവിടുത്തെ കാവൽക്കാരൻ അറിഞ്ഞില്ല എന്നുള്ളതാ. നമ്മളെ അറിഞ്ഞില്ല എന്നുള്ളതാ.
ഞാൻ തന്നെ തൊലിയെ കെട്ടുന്നതാണ് ഇതാകുമ്പോൾ തൊലികളാണ് അത് പച്ചരാ അല്ല പഴുത്ത പച്ചക്ക് ചെറിയൊരു കമർപ്പുണ്ട്. ചെറിയൊരു കയറപ്പെടും അത്രയേ ഉള്ളത്. അത്രയും വിലഭാഗമാണ് ഇത് ടേസ്റ്റ് അതിനുമാണ്. പിന്നെ മോൻ കൊണ്ട് പച്ചയുണ്ട് ചിലതുണ്ട് വിളയേണ്ട അതിന്റെ രുചിയ അത് പച്ച അത് വീണ്ടിരിക്കും അത് ഇനി നമുക്ക് ഖജൂറിൻ്റെ കൂട് കുത്തിക്കളയണം. കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ്. അതിനകത്ത് വെച്ചിരിക്കുന്ന ഖജൂർ കാണാനുള്ള ആകാംക്ഷയിലിരിക്കുകയാണ്. ഈ സാധനം 6 കിലോയോളം ഉണ്ട്. 6 കിലോയോളം ഖജൂറാണ്. മൊത്തം കുരു കുത്തിയെടുത്തതിന് ശേഷം കൊണ്ടുവന്നേക്കുന്ന സാധനമാണ് കേട്ടോ. കുരു കുത്തിയെടുത്ത് കൊണ്ടുവന്ന സാധനമാണ് ഇത്. കൊണ്ടുവന്നിട്ട് അറേബ്യൻ രാജ്യങ്ങളിൽ കിടന്ന സാധനം മരത്തിൽ നിന്ന് പറിച്ച് അതിനെ പാകം ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വീട്ടുകാർക്ക് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷമുള്ളത്. ഇത് പിടിച്ചോ, ഒന്ന് കഴിച്ചു നോക്കൂ. അതാണ്